ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന ഹർജിയിൽ ഹൈക്കോടതി ചൊവ്വാഴ്ച വിധി പറയും. റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന ഹർജിക്കാരന്റെ ആവശ്യം സംശയാസ്പദമെന്ന് കേസിൽ കക്ഷി ചേർന്ന വിമൻ ഇൻ സിനിമ കളക്ടീവ് വാദിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് വനിതാ കമ്മീഷനും കോടതിയിൽ ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരുകയാണ്. വിഷ്ണു, കുറച്ചു മുമ്പ് തന്നെ ഈ സജിമോഹൻ പാറയിൽ എന്ന വ്യക്തിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല, അതുകൊണ്ട് തന്നെ അത്തരമൊരു വ്യക്തി ഇങ്ങനെ ഒരു ഹർജി നൽകേണ്ട ആവശ്യമില്ല എന്ന ആരോപണങ്ങൾ വന്നിരുന്നു. ഇപ്പോൾ ഇതിൽ കക്ഷി ചേർന്നിരിക്കുകയാണല്ലോ വിമൻ സിനിമ കളക്ടീവും. എന്തൊക്കെയാണ് അവരുടെ ആവശ്യം? ക്രിസ്റ്റീന, മൂന്ന് ആഴ്ചയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ വാദം കേട്ടത്. അതിൽ ഇന്നാണ് വിമൻ ഇൻ കളക്ടീവിനെ കോടതി കക്ഷി ചേർത്തത്. അവർ പറയുന്നത് ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നുള്ള ഹർജിക്കാരന്റെ ആവശ്യം അത് സംശയാസ്പദമാണെന്ന് വിമൻ ഇൻ കളക്ടീവ് കോടതിയെ അറിയിച്ചു. ഒപ്പം വനിതാ കമ്മീഷനും ഇന്ന് കക്ഷി ചേർന്നു. വനിതാ കമ്മീഷൻ വ്യക്തമാക്കുന്നത് ഈ റിപ്പോർട്ട് പുറത്തുവിടേണ്ടത് ഒരു പ്രധാനപ്പെട്ട ആവശ്യകതയാണ്. പ്രത്യേകിച്ച് സിനിമാ മേഖലകളിലെ സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധിക്ക് ഈ റിപ്പോർട്ടിലെ ശുപാർശകൾ പരിഹാരം കാണാനാകും എന്ന് കമ്മീഷൻ വ്യക്തമാക്കുന്നു. വിവരാവകാശ കമ്മീഷൻ പറഞ്ഞത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരങ്ങളും ഇതിലില്ല. ഹർജിക്കാരൻ്റേത് അനാവശ്യമായ റിട്ടാണ് എന്ന തരത്തിലുള്ള വാദങ്ങളാണ് ഇന്ന് ഉണ്ടായത്. ഈ മൂന്നാഴ്ച ഈ വാദം കേട്ടത് നിലവിൽ ജസ്റ്റിസ് VG അരുണാണ്. ചൊവ്വാഴ്ച ഈ കേസിൽ വിധി പറയും. ക്രിസ്റ്റീന, കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു സുരേഷ്.